പുലർച്ചെ 4 മണിക്കൊരു യാത്ര പോകാൻ പുറപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. ഇപ്പോൾ സമയം 8:08. ഷൂസുകളൊക്കെ റെഡിയാണ്. ആടുകളൊക്കെയാണ് ബാക്കിയുള്ളത്. സോഫിൻ്റെ മുകളിൽ വരെ പുതിയ ഷൂസാണ് കേട്ടോ. ആഹാ, വെയിറ്റിംഗ് ആൾക്കാരാണ് ഇവരൊക്കെ. ഹായ്, പോകാനുള്ള ഒരുക്കങ്ങൾ. ഓ, നിലൂഫർ ആൻഡ് ആയിഷ കമ്മിങ്. ബേബി ടൂറ് പോണ്ടേ ബേബി? ആരോട്? ദേ ഗേൾസൊക്കെ റെഡിയായി കാറിൽ കയറിയിട്ടുണ്ട്. രണ്ടാമത്തെ കാറിൽ ഇത്താത്തയുടെ ഹസ്ബൻഡും ആൾക്കാരൊക്കെ ഉണ്ട്. പുറകിൽ കോളിംഗ് ആണ്, ആരാണെന്ന് കാണിച്ചു തരാൻ സാധിക്കില്ല. സോ മൂന്നാമത്തെ കാറിലാണ് ഞാനും എൻ്റെ 2 ഇത്താത്തമാരും ഉമ്മയും താത്തയുടെ ഒരു മോനാണ് ഡ്രൈവ് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞും കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 9:45. നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് ഇത്തിരി നേരമായതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തത്തിക്കുത്തി തളിപ്പറമ്പ് ഫേമസ് ഹോട്ടലായ ചേക്കാലീസ് ഹോട്ടലിൽ എത്തി. ദേ ഞാൻ അപ്പോൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പല ഫുഡുകളും നമ്മൾ രാവിലെ തന്നെ ടേസ്റ്റ് നോക്കി എന്ന് പറയാം. ടേസ്റ്റ് നോക്കിയതല്ല കേട്ടോ, വയറ് നിറയെ കഴിച്ചു. അതിൽ ഞാൻ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രെയിനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഐറ്റം. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര പുറപ്പെട്ടു. ഇത്രയും നേരമായിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പുറത്തെ യാത്രാ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെ, മനസ്സിലായി കാണുമല്ലേ, വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നല്ല റോഡുകളൊക്കെ കഴിഞ്ഞ് ദേ ഇച്ചിരി ദുർഘടം പിടിച്ച റോഡിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. എതിർദിശയിൽ ഒരു വണ്ടി വന്നാൽ നമ്മൾ പെട്ടുപോകുന്നുള്ള രീതിയിലുള്ള ഒരു റോഡായിരുന്നു ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്കുള്ള ഇത്തിരി ദൂരം. അധിക ദൂരമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ദൂരം. അപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ഈ യാത്ര, ഞാനങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 12 വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ഫാമിലി മുഴുവനായിട്ട് ഒരു യാത്ര ഇതിനു മുന്നേ പോയത്. അപ്പോൾ ഈ യാത്ര അത്രയും സ്പെഷ്യലാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മളെല്ലാവരും കൂടെ ഒരിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ വയനാടിലുള്ള ദ ട്രൈബ് ആലിസൺ റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ അധികം റിസോർട്ടിലൊന്നും പോകാത്തത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്കിത് വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഈ സൈഡിലെന്തോ പണി നടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് അല്ലാതെ ബാക്കി എല്ലായിടവും വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. ഗേൾസൊക്കെ അവിടെ എന്തോ ചർച്ചയിലാണ്. ചിലപ്പോൾ ചുറ്റോട്ടം നോക്കി എവിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത്, ഏത് റൂമിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ ആയിരിക്കാം. ഏതായാലും ഞാനും ആ കാഴ്ചകളൊക്കെ കണ്ടത് ക്യാമറ കണ്ണിലൂടെയുള്ള കാഴ്ചയും അതിമനോഹരമായിരുന്നു. ഏതായാലും എനിക്ക് ഇതൊക്കെ വളരെയധികം കൗതുകമായിട്ട് തന്നെയാണ് തോന്നിയത്. അവിടെ കുറേ റൂമുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ റൂമുകളും നമ്മൾ ബുക്ക് ചെയ്തത് തന്നെയായിരുന്നു. ഇവിടെ മുകളിലും താഴെയും റൂമുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മുകളിലത്തെ പോർഷൻ മാത്രമാണ് നമ്മൾ എടുത്തത്. അത് കഴിഞ്ഞ് ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. അവിടെയായിരുന്നു നമ്മുടെ ഫുഡൊക്കെ. അതിനിടയിൽ ഞാനൊരു സംഗതി കണ്ടു കേട്ടോ. നോക്ക്, ഉറുമ്പിൻ്റെ കൊട്ടാരം. അത് നമ്മൾ വന്നിറങ്ങിയ സ്ഥലത്ത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചിരുന്നു ഇതുപോലെ മറ്റൊരു കൊട്ടാരം. അവിടെ ഞാനൊന്ന് സൂം ചെയ്ത് നോക്കാനായിട്ട് ഒന്നുകൂടെ പോയി. നോക്ക്, ഉറുമ്പുകൾ. കൊട്ടാരത്തിൻ്റെ അകം എന്ത് ഭംഗിയായിരിക്കും അല്ലേ? കയറി നോക്കണോ? വേണ്ട അല്ലേ? വീണ്ടും എൻ്റെ കാഴ്ച അല്ലെങ്കിൽ എൻ്റെ നോട്ടം അങ്ങ് മുകളിലേക്കായി. എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ. ശരി, നമുക്കിനി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഇടമൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ഞാൻ ഒരു റൂമിൻ്റെ മുകളിലേക്ക് പോയി. അവിടുന്ന് വീണ്ടും എൻ്റെ കണ്ണു പോകുന്നത് താഴോട്ട് തന്നെയാണ്. എന്തോ ഒരു ഭംഗിയാണ് പഠിച്ചവൻ ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ചു പോയി.
അങ്ങനെ ഞാൻ മറ്റുള്ള റൂമിൻ്റെ പോർഷൻസൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അതും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. സൂം ചെയ്ത് നോക്കി, സൂം ഔട്ട് ചെയ്ത് നോക്കി. എല്ലാം പൊളിയാണ്. എങ്ങനെ നോക്കിയാലും അടിപൊളിയാണ്. താത്തയുടെ മോൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ദേ നീ യൂട്യൂബിൽ വൈറലാവാൻ പോവാണെന്ന്. അങ്ങനെ ഞാൻ ആ റിസോർട്ടിൻ്റെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി, അതുപോലെ ക്യാമറയിൽ പകർത്താമെന്ന് കരുതി ഇങ്ങനെ നടന്നു. ഈ ഭാഗത്താണ് നമ്മുടെ പൂള് വരുന്നത്. പൂളിന് പുറകുവശത്തായിട്ട് ഒരു റൂം കൂടെ കിടപ്പുണ്ട് കേട്ടോ. അത് നമുക്കൊരു ന്യൂലി വെഡഡ് കപ്പിൾസിനൊക്കെ കൊടുക്കാൻ പറ്റിയതുപോലുള്ള റൂമാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ന്യൂലി വെഡഡ് കപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്താത്തയുടെ മോനും വൈഫും ആയിരുന്നു. അപ്പോൾ അവർക്ക് തന്നെയാണ് നമ്മൾ ആ റൂം കൊടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസ്. അപ്പോൾ നല്ല മഴ അവിടെ പെയ്യാൻ തുടങ്ങി കേട്ടോ. പൂളിലൊക്കെ വെള്ളം വീഴുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ റൂം, അഥവാ നമ്മുടെ ന്യൂലി വെഡഡ് കപ്പിളിന് നമ്മൾ കൊടുത്ത റൂം ഒന്ന് കാട്ടിത്തരാം കേട്ടോ. ഇതാണ് ആ റൂമിൻ്റെ ഉൾവശം. കുഞ്ഞു റൂമാണ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റൊക്കെ ഉള്ള, ബാത്റൂമൊക്കെ ഉള്ള റൂമാണ്. അയ്യോ, ദേ കണ്ണാടിയിൽ ഞാൻ ഒന്ന് ഒളിച്ചിരുന്ന് നോക്കി. ഞാനൊന്ന് വീണ്ടും നോക്കി. ഇനി ഞാൻ വേണമെങ്കിലേ ടോയ്ലറ്റ് കൂടെ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് സെറ്റ്. അപ്പോൾ അത് ഇനി കണ്ടില്ലെന്ന് പറയരുത്, സെറ്റാണ്. ശരി, ഇനി ആ ഒരു മുറി റൂമിൻ്റെ താഴെ ഇങ്ങനൊരു കുഞ്ഞു ഫിഷിൻ്റെ പോണ്ട് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഫിഷിനെയൊക്കെ കാണാനും. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ തിരിച്ച് ആ ഗാർഡൻ്റെ സൈഡിലേക്കൊന്ന് പോയി. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. കുറച്ച് കഴിഞ്ഞ് പോയി ഒന്ന് ആടണം. വീണ്ടും ഞാൻ മറ്റൊരു റൂമിൻ്റെ മുകൾ തട്ടിലേക്ക് വന്നു. ഇനി ഇവിടം ഞാനൊന്ന് കാണിച്ചു തരാം. ഈ റൂമാണ് ഞാനടക്കമുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയത്. ഇതിൻ്റെ ഉൾവശം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. നമുക്ക് എക്സ്ട്രാ ബെഡൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചധികം കുട്ടികളുണ്ടല്ലോ, ഞാനടക്കം. ഏത് അപ്പോൾ ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമായിരുന്നു. അപ്പോൾ ഞങ്ങളത് കയ്യേറി എന്താ പറയുക, എടുത്തു. നമ്മളിങ്ങെടുത്തു. സെറ്റാണ്. അപ്പോൾ ഇതേ മിററിൽ വീണ്ടും ഞാൻ, എന്താ ചെയ്യുക, എവിടെ നോക്കിയാലും ഞാനാണല്ലോ അല്ലേ. നമുക്ക് പുറത്തെ കാഴ്ച എന്ത് ഭംഗിയാലേ. അത് കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പോൾ അവരൊക്കെ വൈകുന്നേരത്തെ ചായ കുടി തുടങ്ങിയിരുന്നു. അങ്ങനെ അവിടുന്ന് വീണ്ടും ഞാൻ ഇങ്ങ് വന്ന് നോക്കി. ഇവിടെ ഒരു ക്യാരം ബോർഡൊക്കെ കിടപ്പുണ്ട്. താത്തയുടെ മോൻ അവിടെ നിൽപ്പുണ്ട്. അവിടുന്ന് വീണ്ടും എൻ്റെ കണ്ണു പോകുന്നത് ഇതേ അങ്ങ് മലമുകളിലേക്കും അവിടത്തേക്കൊക്കെ തന്നെയാണ് കേട്ടോ. എന്താലേ. ചായ കുടി കഴിഞ്ഞ് ദേ മക്കൾ നേരെ പൂളിലോട്ട് ചാടി. എൻ്റെ കുഞ്ഞും അടക്കം വെള്ളത്തിലോട്ട് ചാടി എന്നുള്ളതാണ്. ഏതായാലും ഒരുപാട് സന്തോഷമായി ഇതൊക്കെ കണ്ടപ്പോൾ. ശരിക്കും പറഞ്ഞാൽ 12 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തതും ബുക്ക് ചെയ്തതും ഒക്കെയും എൻ്റെ 2 ഇത്താത്തമാരുടെ ആൺമക്കൾ ചേർന്നാണ് കേട്ടോ. ഒരുപാട് സന്തോഷിച്ച ദിവസങ്ങൾ തന്നെയായിരുന്നു ഇത്. സന്തോഷിക്കാതെ വയ്യല്ലോ അല്ലേ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഈ യാത്രയിൽ ഓർമ്മിക്കാൻ ഒരു ആർപ്പ് വിളിച്ചൊരു വീഡിയോ വേണ്ടേ. അത് ദാ കിടക്കുന്നു, കണ്ടോളൂ. അത് നല്ല രസമായിട്ട് നമ്മുടെ മക്കൾ. എൻ്റെ കുഞ്ഞൊക്കെ എന്ത് സന്തോഷത്തോടെയാണ് ഈ വെള്ളത്തിലിരിക്കുന്നത്. അവനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ പൂളിലൊക്കെ ഇറങ്ങുന്നത്. കുഞ്ഞാവയല്ലേ നമ്മുടെ. അവന് ഒത്തിരി അത് എൻജോയ് ചെയ്തത് ഞാൻ കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞേ ഇതൊക്കെ കണ്ട് കൺട്രോള് പോയിട്ട് ഞാനും അങ്ങ് വെള്ളത്തിലോട്ട് ഇറങ്ങി. പിന്നെ ശുഭം. പിന്നെ ഞാൻ ക്യാമറ എടുക്കുന്നത് സന്ധ്യയ്ക്കാണ്. എന്നിട്ടും മക്കൾ പുറത്തിറങ്ങാനുള്ള ഭാവമൊന്നുമില്ല കേട്ടോ. മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഉമ്മ പുറത്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ ഉമ്മ ഒരു നിമിഷം പോലും എവിടെയും വെറുതെ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. അതും ഒരു സന്തോഷ നിമിഷം. ഒത്തിരി സന്തോഷമായി.
വീണ്ടും എൻ്റെ കണ്ണ് പുറത്തോട്ടുള്ള കാഴ്ചയിലേക്ക് പോയി. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് ഭക്ഷണം ഒരുക്കുന്ന ഇടത്ത് തന്നെ പുറത്ത് കുറച്ച് ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ക്യാരം ബോർഡ്, അതുപോലെ നമ്മുടെ ഹാൻഡിൽ വെച്ച് സോക്കർ കളിക്കുന്ന ആ ഒരു ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയുണ്ട്. അപ്പം എൻ്റെ മക്കളൊക്കെ അതിന് ചുറ്റും ഇങ്ങനെ വട്ടമിട്ടിരിക്കുകയാണ്. കാരണം അവരൊക്കെ മൊബൈലിലുള്ള ക്യാരം ഗെയിംസ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, ശരിക്കുള്ളത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ അത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. താത്തയുടെ മക്കളും ഹസ്ബൻഡും ഒക്കെ അവിടെ നിന്ന് ഭയങ്കര ഫേമസ് കളിക്കാരെ പോലെ ഇങ്ങനെ പ്ലേ ചെയ്യാണ്. അത് ഇത്തിരി നേരം ഞാൻ നോക്കി നിന്നു. വീണ്ടും ഞാൻ എൻ്റെ ശ്രദ്ധ പോയത് അതിന് പുറകിലുള്ളൊരു കാഴ്ചയിലേക്കാണ്. കാണിച്ചു തരാവേ. എന്താ ചെയ്യുക, ഇവരുടെ കളിയും ഈ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോക്കർ ഗെയിമിൻ്റെ ബോർഡുള്ളത്. അതിൻ്റെ പുറകിലൊരു സംഭവം കിടപ്പുണ്ട് കേട്ടോ. മൊബൈലിൽ പാട്ടൊക്കെ വെച്ച് ഒരാൾ ഇവിടെ നിന്ന് നമുക്ക് വേണ്ടിയുള്ള രാത്രി ഭക്ഷണം റെഡിയാക്കുകയാണ് കേട്ടോ. ചിക്കൻ പൊരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ കണ്ണിൽ പെട്ടു. അത് വളരെ ആസ്വദിച്ചാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടെ മൊബൈലിൽ നല്ല പാട്ടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട്. അപ്പോൾ അത്രയാണ് അവിടുത്തെ കാര്യങ്ങൾ. എൻ്റെ കുഞ്ഞു ഫോണിൻ്റെ ഫ്ലാഷ് കണ്ടിട്ടേ നോക്കി ഫോട്ടോ എടുക്കുകയാണെന്ന് കരുതി ഒന്ന് സ്റ്റില്ലായിട്ട് അവിടെ നിന്നു. ഓക്കെ, ഇവരെ കളി പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. ചിരിച്ച് വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും. ഏതായാലും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ. വീണ്ടും ഞാൻ എൻ്റെ കണ്ണ് ഈ പുറത്തുള്ള കാഴ്ചകളിലേക്ക് പോയി. ഞാൻ ആ ഗേറ്റിനടുത്തേക്ക് പോയി. അവിടെ നിന്ന് മുതൽ ഒന്നുകൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ആ ബ്യൂട്ടിഫുൾ പ്ലേസ് ഉള്ളതെന്നൊക്കെ രാത്രികാല കാഴ്ച അതൊന്ന് കാണണ്ടേ. അങ്ങനെ ഇവിടെയാണ് അവരൊക്കെ ഇരിക്കുന്നത്. ഓരോരുത്തരും സൊറ പറഞ്ഞിരിപ്പുണ്ട്. കുറച്ച് പേര് ക്യാരം ബോർഡ് കളിച്ചിരിപ്പുണ്ട്. എൻ്റെ കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും അങ്ങോട്ട് പോവാണ്. ഇനി അങ്ങോട്ടൊന്നും ആരും ഇല്ല കേട്ടോ. ഇരുട്ടാണ്, ഒറ്റയ്ക്കാണ്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ എന്ന് കരുതിയിട്ടല്ല കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നത്. രാത്രികാല വീഡിയോ ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് മാത്രമാണ്. ഇത്തിരി ദൂരം അങ്ങ് മുന്നോട്ട് പോയി. അപ്പോൾ ആലിസൺ ട്രൈബ് റിസോർട്ട് എന്ന് പറഞ്ഞ ബോർഡൊക്കെ കണ്ടു. അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ അങ്ങോട്ടൊക്കെ ഒന്ന് ചെല്ലണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ എന്നോടേ ഈ പാമ്പുകൾക്കൊക്കെ ഭയങ്കര സ്നേഹമാണെന്ന് എനിക്ക് പണ്ടേ തോന്നാറുണ്ട്. ഇനി വല്ലവരുമൊക്കെ എന്നെ വന്ന് വല്ല രീതിയിലൊക്കെ സ്നേഹം കൂടുതൽ പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ കാണിച്ചാലൊന്ന് കരുതി ഞാൻ പിന്നെ അതിന് മുതിർന്നില്ല, അങ്ങേക്കൊന്നും പോയില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ മാത്രം ഇങ്ങനെ എടുത്തു. ഞാൻ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. ക്യാരം ബോർഡ് കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ലൊരു അന്താക്ഷരിയൊക്കെ പ്ലേ ചെയ്തിരുന്നു. സുനയനീ സുമുഖി സുമവദനീ സഖി. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് എന്നെക്കുറിച്ചൊരു പാട്ട് പാടാൻ തോന്നി. അങ്ങനെ പാടി ഗൈസ്. പാട്ട് പാടി തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ മക്കളൊക്കെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിരുന്നു. നേരത്തെ ആ അങ്കിള് പൊരിച്ച ചിക്കനും പൊറോട്ടയും മയനൈസും അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം തന്നെയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും പുറത്തിരുന്ന് കുറേ അന്താക്ഷരിയൊക്കെ പ്ലേ ചെയ്തു. അതിനിടയിൽ എൻ്റെ മൂത്ത കുട്ടിയും എൻ്റെ ഇളയ കുട്ടിയും കൂടെ ട്രാംപോളിനിൽ കളിക്കുന്നത് ഞാനൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു. സെറ്റാണ്. അവരൊക്കെ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അന്താക്ഷരിയൊക്കെ കളിച്ച് നമ്മൾ നല്ല സുഖമായിട്ട് അവരവരുടെ റൂമിൽ കിടന്നുറങ്ങി. നല്ല തണുപ്പായിരുന്നു അവിടെ കിടന്നുറങ്ങാനുള്ള സുഖവും തണുപ്പും ഒക്കെ നല്ല രസമായിരുന്നു. എല്ലാവരും രാത്രി ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഡേ.
ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഡേ എന്നൊക്കെ പറയൂലേ, അതുപോലൊരു ദിവസം. മാഷാ അല്ലാ. ഉറങ്ങുന്നതിന് മുന്നേയുള്ള ലാസ്റ്റ് കുറച്ച് നിമിഷങ്ങൾ മനോഹരമായിരുന്നു, എല്ലാം കൊണ്ടും മനോഹരമായിരുന്നു. JBL ബോക്സിൽ നല്ല പാട്ടൊക്കെ വെച്ച് അങ്ങനെ എന്തൊക്കെയോ നമുക്ക് എന്താ പറയുക, അത്രയും രസമുള്ള കുറേ നിമിഷങ്ങൾ. അങ്ങനെ എന്നത്തെയും പോലെ പിറ്റേന്ന് രാവിലെയും നേരം പരപരാ വെളുത്തു. എൻ്റെ കാഴ്ച അല്ലെങ്കിൽ എൻ്റെ നോട്ടം ദേ വീണ്ടും കുന്നിൻ പുറത്തേക്ക്. ഇപ്പം അവിടെ ഒരു വണ്ടി കാണാം, ഒരു വെളുത്ത ജിപ്സി വാൻ. നോക്ക്, അതിൻ്റെ പുറത്ത് 2 പേര് നിൽപ്പുണ്ട്. ഞാൻ ആലോചിച്ചതൊന്നുമല്ല കേട്ടോ, ഞാൻ ആലോചിച്ചതേ ഇത്ര ദൂരെയുള്ള കാഴ്ചയാണ് ഞാൻ ഈ ക്യാമറ കൊണ്ട് നിങ്ങൾക്ക് കാട്ടിത്തന്നതല്ലേ. നന്ദി വേണം, നന്ദി. ഈ ഷോപ്പുകളിലൊക്കെ പറയുന്നത് പോലെ നന്ദി ഉണ്ടേ എന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. തിരിച്ച് ഫുഡ് ടേബിളിൽ വന്നപ്പോൾ നല്ല മനോഹരമായ കാഴ്ച. എൻ്റെ കുഞ്ഞാവയും ഉമ്മയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. നല്ല മൃഷ്ടാന്നമായ ഭോജനം എന്ന് തന്നെ പറയാം. പൂരി ഉണ്ടായിരുന്നു, ഈ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ പൊട്ടുണ്ട്, കടലയുണ്ട്, പൂരിയുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഒട്ടനവധി ഐറ്റംസ് അവിടെ റെഡിയാക്കിയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിച്ചു. എന്തിന് കുറക്കണം അല്ലേ? അപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ തുറന്ന് നോക്കി ഞാൻ എന്തൊക്കെയുണ്ടെന്ന്. മുട്ട ഓംലെറ്റ് ഉണ്ട്, പൂരിയുണ്ട്, ബാജിയുണ്ട്, ബ്രെഡുണ്ട്, ബട്ടറുണ്ട്. സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ലാസ്റ്റത്തെ അംഗം എന്നുള്ള രീതിയിൽ മക്കൾ ഇതേ വീണ്ടും പൂളിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. കുഞ്ഞാവ പൂളിൽ എക്സ്പ്ലോർ ചെയ്യാണ് കേട്ടോ. അവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് പുറത്തുനിന്ന് ഇത്താത്തേൻ്റെ മക്കൾ കൂടിയിട്ട്. രസമായിരുന്നു. പിന്നീട് ഞാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇറങ്ങാൻ അവരാരും കൂട്ടാക്കുന്നില്ല, അവരിതേ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ വിഷമ സമയമായ യാത്ര പറയൽ സമയത്തോടടുത്തിരിക്കുകയാണ്. നമുക്കിനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. ഉച്ചക്ക് 2 മണിയോ മറ്റോ ആണ് നമുക്ക് ചെക്കൗട്ട് ആവേണ്ട സമയം. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. ഗുഡ് ബൈ ആലിസൺ റിസോർട്ട്. തിരിച്ചു വരും വഴി നല്ല മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴ. വൈപ്പർ വെള്ളം തുടച്ച് മാറ്റുന്നുണ്ടെങ്കിലും റോഡ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും തീവ്രമായ മഴയായിരുന്നു. എങ്കിലും യാത്ര മനോഹരമായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു സംഗതി കാണിച്ചു തരാം കേട്ടോ. എനിക്ക് പറ്റിയ ഒരു അമളി. ഇതിന് മുന്നേ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പൂളിൽ കയറിയത് വീഗാലാൻഡിൽ പോയപ്പോഴായിരുന്നു. അതെനിക്ക് ഓർമ്മ കൂടിയില്ല കേട്ടോ. ഇത് ഞാൻ പോകുമ്പോൾ ഇട്ട ഷർട്ടാണ് കേട്ടോ. അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള കളറും താഴ്ഭാഗത്തുള്ള കളറും നിങ്ങളൊന്ന് നോക്കൂ, പാടെ മങ്ങിയിരിക്കുന്നു. കളറ് തന്നെ താഴോട്ടില്ല, മുകളിലുള്ള പച്ച നിറം താഴോട്ട് കാണാനേ ഇല്ല. ഞാൻ വിചാരിക്കുകയായിരുന്നു ഇത് എവിടെ പോയി ഈ കളറൊക്കെയും. പാൻറ്റിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ ഉൾവശം നല്ല ഗ്രീനുണ്ട്, ആ കളറാണ് കേട്ടോ ഈ പാൻറ്റ് മൊത്തത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഇത് മൊത്തത്തിൽ കളറ് പോയി കിടക്കുകയാണ്, വേറൊരു കളറായിട്ടുണ്ട്. അപ്പോൾ ഈ പൂളിൽ പോയി ശീലമില്ലാത്ത ഞാൻ പൂളിൽ പോയതിൻ്റെ അടയാളമാണ് ഈ കിടക്കുന്നത് ഗൈസ്. ക്ലോറിൻ വാട്ടറിൽ കൊണ്ടുപോയി കോട്ടൺ പാൻറ് ഇട്ടാൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഈ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തണ്ട എന്ന് കരുതിയതാണ്, പിന്നെ ഞാൻ കരുതി ഉൾപ്പെടുത്തണം. കാരണം എൻ്റെ ഷർട്ടിൻ്റെ നിറം കൊണ്ടുപോയ കളികൾ നിങ്ങളും കാണണമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ കളറ് കൊണ്ടുപോയ ആ കളികൾ. നമ്മൾ കണ്ണ് കെട്ടി കളിച്ചതാണ്. യാത്രയിൽ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് നല്ല ഫോട്ടോസും ഇവിടെ ഷെയർ ചെയ്ത്
ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി അറിയിച്ച് ഞാൻ നിർത്തുകയാണ്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഡിയേഴ്സ്.